ഹായ് ഹലോ നമസ്കാരം. ഞാൻ അനിൽ ചന്ദ്രൻ. ഐശ്വര്യത്തിൻ്റെ കനവോടെ ചിങ്ങമാസം തുടങ്ങി. സ്വപ്നങ്ങൾ പൂവണിയട്ടെ. പണ്ടെപ്പോഴോ ചെറുപ്പത്തിൽ പഠിച്ചൊരു കഥയുണ്ട്. ചിങ്ങമാസമൊക്കെ അല്ലേ, ഒരു ചെറിയ കഥ പറയാം. കുഞ്ഞു കുട്ടികൾക്കൊക്കെ വേണ്ടിയാണ് കേട്ടോ. ഓർമ്മയിൽ എവിടെയോ തങ്ങി നിൽക്കുന്ന ഒരു കഥയാണ്. ചിങ്ങമാസമൊക്കെ അല്ലേ, പാടങ്ങൾ കൊയ്യുന്ന സമയമാണ്. ഈ പാടത്ത് 2 കുരുവികൾ വന്ന് കൂട് കൂട്ടിയിരുന്നു. ആ കൂട്ടിൽ മുട്ടയിട്ടു കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞു. അങ്ങനെ ഈ തള്ളപ്പക്ഷി എന്നും തീറ്റ തേടി പോകും. കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊണ്ട് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ദിവസം തള്ളപ്പക്ഷി കുഞ്ഞുങ്ങളോട് പറഞ്ഞു, നമുക്ക് ഈ കൂട് ഉപേക്ഷിച്ച് പോകേണ്ട സമയമായി. കാരണം പാടത്തെ നെൽക്കതിരുകളൊക്കെ വിളഞ്ഞു നിൽക്കുകയാണ്. ഏതു സമയവും അവരത് കൊയ്തെടുക്കും. അപ്പോൾ ഇനി ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നിരീക്ഷിക്കണം. അമ്മ വരുമ്പോൾ അമ്മയോടും അച്ഛനോടും പറയണം എന്ന് പറഞ്ഞിട്ട് ഇവരെന്നും പതിവ് പോലെ അമ്മക്കിളിയും തീറ്റ തേടി. അങ്ങനെ അമ്മക്കിളി തിരികെ വരുമ്പോൾ ഈ കുഞ്ഞങ്കിളികൾ പറയുന്നു, അമ്മേ, ഇന്നിവിടെ 2 പേര് വന്നു. അവർ പറഞ്ഞു, പാടത്തെ നെല്ലൊക്കെ വിളവായി നിൽക്കുകയാണ്, നാളെ നമുക്ക് കൊയ്യണം. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തുള്ള ബന്ധുക്കളെയും കൊയ്യാൻ ആവശ്യമായ ആൾക്കാരെയും ഒക്കെ വിളിക്കണമെന്ന്. അപ്പോൾ അമ്മക്കിളി പറഞ്ഞു, നമുക്ക് പോകാൻ സമയമായില്ല, ഇനിയും സമയമുണ്ട്, നാളെയും നിങ്ങൾ നിരീക്ഷിക്കണം, നാളെയും അമ്മ വരുമ്പോൾ പറയണം. ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അമ്മ ഇന്നും പതിവ് പോലെ അവർ 2 പേരും വന്നു. അവർ പറഞ്ഞു, നമ്മൾ വിളിച്ചവരാരും വന്നില്ല, അതുകൊണ്ട് നാളെ നമുക്ക് തന്നെ പാടം കൊയ്യണം. ഇത് കേട്ട ഉടനെ അമ്മക്കിളി പറഞ്ഞു, നമുക്കിവിടുന്ന് ഈ കൂടൊഴിഞ്ഞു പോകാൻ നേരമായി. അപ്പോൾ കുഞ്ഞുങ്ങൾ ചോദിച്ചു, എന്താണമ്മേ? ഇത്രയും നാൾ അയാൾ മറ്റുള്ളവരെ ആശ്രയിച്ചായിരുന്നു പാടം കൊയ്യാൻ കാത്തിരുന്നത്. നാളെ അയാൾ ഉറപ്പായും വരും, കാരണം നാളെ അയാൾ തന്നെയാണ് ഈ പാടം കൊയ്യാൻ പോകുന്നത്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? മറ്റുള്ളവരെ ആശ്രയിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് നീക്കിയാൽ ഒരുപാട് താമസങ്ങൾ വന്നു. നമ്മൾ സ്വയം എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാലും അത് പെട്ടെന്ന് നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയും. അങ്ങനെ അമ്മക്കിളിയും കുഞ്ഞങ്കിളിയും അവിടെ നിന്നും പാറിപ്പോവുകയാണ്. ഓക്കെ, ബൈ ബൈ.